തിരിച്ചു വരാനാണ് മോളെ. ആരൊന്നും ഉണ്ടാക്കാൻ അവർക്കെല്ലാം ചിറ്റയോട് വിരോധമാണ്. അയ്യോ അതെന്താ? മോക്ക് ചിറ്റയോട് വിരോധമുണ്ടോ? എനിക്കില്ല. അയ്യോ എന്ത് നല്ല ചിറ്റയാ. ചിറ്റപ്പ ഞാൻ വല്യമ്മച്ച് വിളിച്ചിട്ടേ. ആ മോൾ പൊയ്ക്കോ. ഈ കുഞ്ഞ് ഏതെന്നാണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ എല്ലാം മോൾ. കുറച്ചു കാലം മുമ്പ് ചേട്ടന് പാലക്കാട് ഹോസ്പിറ്റലായിരുന്നു ജോലി. ഇപ്പൊ ഇവിടെ എറണാകുളത്ത് തന്നെയാണ്. ചേട്ടൻ പാലക്കാട് ഹോസ്പിറ്റലായിരുന്നപ്പോ അവിടെ നിന്ന് കിട്ടിയതാണ് ഇവിടെ. പ്രസവിച്ച ഉടനെ അമ്മ മരിച്ചു. ബന്ധുക്കൾ ആരുമില്ലതാണ്. ദയവ് തോന്നി ചേട്ടൻ കുഞ്ഞിനെ ഏറ്റെടുത്തു. വിവരമറിഞ്ഞ് അമ്മ പാലക്കാട്ട് ചെന്ന് ഇവളെ ഇങ്ങോട്ട് കൊണ്ടുപോരുകയും ചെയ്തു. ഇപ്പൊ അവൾ ഞങ്ങൾ എല്ലാവരുടെയും മോളാണ്. പോട്ട് മോൾ, മോളിപ്പോ ഡാൻസ് പഠിക്കുന്നില്ലേ? ആ, ഇന്നു മുതൽ മോക്ക് ചിറ്റ ഡാൻസ് പഠിപ്പിച്ചത്. ചിറ്റ വലിയ ഡാൻസുകാരിയാണ്. അറിയാമോ ചിറ്റേ? ഒന്നും മിണ്ടുന്നില്ല ചിറ്റപ്പ. അതെല്ലാം ചിറ്റ മിണ്ടിക്കോളും. മോക്ക് ചിറ്റയെ വിളിച്ച് അപ്പുറത്തേക്ക് കൊണ്ടുപോകാമോ? പറഞ്ഞില്ല ചിറ്റപ്പ. സിന്ധു, നീ ബിന്ദുവിനേക്കാൾ കുട്ടിയാകരുത്. ആ കുട്ടി വിളിച്ചത് കേട്ടില്ല. ചെല്ല. ഞാൻ പോകുന്നു. ആർക്കും ഇഷ്ടമില്ലെന്ന് തോന്നുന്നു. എനിക്കിഷ്ടമുണ്ട്. എനിക്കാകെ പേടി തോന്നുന്നു. നീ എന്തിനു പേടിക്കുന്നു? ഞാനിവിടെ ഇല്ലേ. അവരാരും ഒന്നും പറയില്ല. ചെല്ല, വിളിച്ചോണ്ട് പോകുന്നു. എന്താ മുത്തശ്ശി? ഏതാ കുട്ടിയെ പെങ്കിടാവ്? അതെന്റെ ഭാര്യയാണ് മുത്തശ്ശി. എന്റെ ഭാര്യ. ഭാര്യയെ മുത്തശ്ശിയെ കളിപ്പിക്കണ്ട കേട്ടോ. കുട്ടിയുടെ കല്യാണം കഴിഞ്ഞില്ലല്ലോ, പിന്നെ എങ്ങനെയാ ഭാര്യയാകുക? അപ്പൊ മുത്തശ്ശിയോട് ഇതെപ്പറ്റി ആരും ഒന്നും പറഞ്ഞില്ലേ? മുത്തശ്ശിയോട് പറയേ? നല്ല കഥയായി. അപ്പൊ കല്യാണം കഴിഞ്ഞു കുട്ടിയെ? കഴിഞ്ഞു മുത്തശ്ശി. നന്നായി വരൂ കുട്ടിയെ, നന്നായി വരൂ. നല്ല ഐശ്വര്യമുള്ള പെങ്കിടാവ്. നമ്മുടെ തറവാടിന്റെ പുണ്യാന്നൂടി കൂട്ടിക്കോളൂ കുട്ടിയെ. ഇല്ലെങ്കി ഇങ്ങനൊരു കല്യാണം നടക്കില്ല. മുത്തശ്ശിക്ക് നല്ല നിശ്ചയ. അമ്മയ്ക്കൊന്നും മിണ്ടാതെ നിൽക്കാമോ? കല്യാണം കല്യാണം ഇവിടെ ആര് കല്യാണം കഴിച്ചു? അപ്പൊ കല്യാണം കഴിഞ്ഞില്ലേ? കഴിഞ്ഞെങ്കിൽ അമ്മ അറിയാതിരിക്കൂ. അതും നേരാണല്ലോ സരസ്വതിയെ. കുട്ടി, ഇവളെന്തായി പറയാ? കല്യാണം കഴിഞ്ഞില്ലേ? മുത്തശ്ശി കാര്യം അറിയാതെ ഓരോന്നും ചോദിക്കാണ്. ആ പെണ്ണിന്റെ വീട് എവിടാണെന്ന് ചോദിക്കും മുത്തശ്ശി. എവിടെയാ കുട്ടിയാ പെങ്കിടാവിന്റെ വീട്? എനിക്കറിയില്ല മുത്തശ്ശി. അപ്പോ വീടില്ല? ഞാൻ അന്വേഷിച്ചില്ല. പരദേവതേ, മുത്തശ്ശി എന്തായി കേക്കണേ? കല്യാണം കഴിഞ്ഞു, വീടുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിച്ചില്ലാത്രേ. വീടൊക്കെ ഉണ്ട് മുത്തശ്ശി, രാജന് പറയാൻ മടിയായിട്ടാ. നിനക്കറിയോ സന്ധ്യയെ? എന്നാ ഇങ്ങോട്ട് പറഞ്ഞോളൂ. എങ്ങനാ മുത്തശ്ശി പറയാ? എന്താ കുട്ടിയെ? റെസ്ക്യൂ ഷെൽട്ടർ. അത് എന്തിനു കൂട്ടം തറവാടാ? ഞാൻ കേട്ടില്ലല്ലോ. നീ അവിടെ പോയിട്ടുണ്ടോ സന്ധ്യയെ? അയ്യോ, എന്താണ് മുത്തശ്ശി പറയുന്നത്? എന്താ ആ തറവാട് കൊള്ളില്ലേ? അമ്മ എന്തിനാ ഈ വേണ്ടാത്തൊക്കെ അന്വേഷിക്കുന്നത്? അത് തറവാടൊന്നും അല്ലമ്മേ. തറവാടല്ലേ? എന്താ കഥ? കുട്ടിയെ, കുട്ടിയെങ്കിലും ഒന്ന് പറയൂ കുട്ടിയെ. കുട്ടിയുടെ മുത്തശ്ശിയല്ലേ? മുത്തശ്ശി ചീത്തയായി നടക്കുന്ന സ്ത്രീകളെ ശിക്ഷിച്ചതിന് ശേഷം സൂക്ഷിക്കുന്ന സ്ഥലം. ആർക്കുള്ള സ്ഥലമാണെന്നാ പറഞ്ഞേ? ചീത്തപ്പെണ്ണുങ്ങളുടെ. അമ്പലമുക്കിലെ പട്ടിപ്പാറൂനെ പോലെയുള്ള പെണ്ണുങ്ങളെ ഇരുന്ന സ്ഥലം? ആ അതെ. അപ്പോ ആ പെണ്ണ് ദേശീയ ആയിരുന്നു. ഇപ്പോൾ എന്റെ ഭാര്യ. കളിച്ചോളും മുറിയിലും മുറ്റത്തും ഒക്കെ ആയി. തറവാട് മുടിച്ചു. ഇനി എങ്ങനെയാ ഞാനൊന്ന് കുളിക്കുക? ശരീരത്തിന് സുഖമില്ലല്ലോ. തറവാട് മുടിച്ചു. നിൽക്കില്ല, ഞാൻ നിൽക്കില്ല. എല്ലാം തീണ്ടി തൊട്ട് മുടിച്ചില്ലേ? എവിടെ അവള്? അടുക്കള തീണ്ടിയോ? സരസ്വതി അവൾ അടുക്കള തീണ്ടിയോന്ന്? സ്ത്രീകരം എല്ലാം തീണ്ടി തൊട്ട് മുടിച്ചു. അയ്യേ, ഇനി ഞാൻ എങ്ങനെയാവുന്നു
അമ്മ കൂടി അപ്പുറത്തേക്ക് ചെല്ലണം, ഇല്ലെങ്കിൽ ഈ മുത്തശ്ശി ആവശ്യമില്ലാത്ത ബഹളങ്ങളൊക്കെ ഉണ്ടാകും. എനിക്ക് ഞങ്ങളെ അങ്ങ് കൊന്നു കളഞ്ഞേക്കാമായിരുന്നല്ലോടാ. അത്ര വലിയൊരു അപരാധം ഞാൻ ചെയ്തു അമ്മേ. വിവരമില്ലാത്തവരാരെങ്കിലും ചോദിച്ചാൽ മനസ്സിലാക്കാമായിരുന്നു. രാജൻ ഒരു കോളേജ് പ്രൊഫസറല്ലേ? അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തത്. എന്റെ മോൻ ഒരു നല്ല കാര്യം ചെയ്തു വെച്ചിരിക്കുന്നു. ഈ നാട്ടിലെ ഏറ്റവും വലിയ തറവാടല്ലേ മോനെ ഇത്. ഇത്തരക്കാരികൾ ഇതിനു മുൻപ് ഈ തറവാട്ട് മുറ്റത്ത് കാല് കുത്തിയിട്ടുണ്ടോ? ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇറയിക്കോളൂ വേഗം. ഇവിടെ ഒന്നും അശുദ്ധമാക്കരുത്, തീണ്ടരുത്. ഇറയിക്കോളൂ മുദേവി. ഇല്ല അച്ഛാ, ഞാൻ ഇപ്പൊ ഇറങ്ങോടുന്ന പറഞ്ഞിരിക്കണു. ഇറയിക്കോളൂ ഇറയിക്കോളൂ. ഈ മുത്തശ്ശിക്ക് എന്താ കൊന്നുകളെ ഞാൻ. പിന്നെ എനിക്ക് തൊടാനും പാടില്ലല്ലോ. പോയി കുളിച്ചിട്ട് വന്നോളൂ. അസത്ത നിനക്കാൻ കൊള്ളാം. നമുക്ക് പോവാം. എംബ്രാന്തിരിയേ വരൂ. അമ്പലത്തിൽ നിന്ന് കുറച്ച് പുണ്യാൻ വാങ്ങി ഇവിടെ അങ്ങോട്ട് തളിച്ചോളൂ. ഞാനും അത് കരുതാ. ഇവിടെ പുണ്യാൻ കഴിച്ചിട്ട് മതി. നീ ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കും മോനെ. ഞാൻ സിന്ധുവിനെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ എല്ലാവരെയും അറിയിച്ചിരുന്നു. തിരുവനന്തപുരത്ത് നിന്നും ഞാൻ നിങ്ങൾക്കെല്ലാം ഏത് ജാതിയിൽ നിന്ന് വേണമെങ്കിലും നീ വിവാഹം കഴിച്ചോളൂ. തെരുവ് തട്ടി നടക്കുന്ന ഒരു പെണ്ണായാൽ പോലും ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷേ വേശ്യ എന്ന് പറഞ്ഞ് ശിക്ഷിച്ചിട്ടിരിക്കുന്ന ഒരു പെണ്ണിനെ മാത്രം നീ വിവാഹം കഴിക്കരുതെന്ന് ഞങ്ങൾ എല്ലാവരും നിന്നെ എഴുതി അറിയിച്ചില്ലേ മോനെ? നിങ്ങൾ എല്ലാവരും എതിർത്തു എന്നുള്ളത് ശരിയാണ്. എന്നിട്ട് ഞങ്ങളുടെ കത്തുകൾക്കൊന്നും രാജൻ മറുപടി പോലും എഴുതിയില്ല. അവസാനം വിവാഹവും കഴിഞ്ഞ് ഇങ്ങോട്ട് പുറപ്പെടുന്ന വിവരത്തിന് ഒരു കമ്പയടിക്കുകയല്ലേ രാജൻ ചെയ്തത്? നമ്മൾ രണ്ടുപേരും രണ്ട് സ്ഥലത്ത് ഉറച്ചു നിൽക്കുകയാണ്. പിന്നെ എന്തിനു മറുപടി എഴുതുമെന്ന് ഞാനും കരുതി. മാത്രമല്ല, ഇത്ര പെട്ടെന്ന് ഇത് സംഭവിക്കുമെന്ന് ഞാനും കരുതിയിരുന്നില്ല. അപ്രതീക്ഷിതമായിട്ടാണ് തിരുവനന്തപുരത്ത് നിന്നും എന്നെ എറണാകുളത്തേക്ക് സ്ഥലം മാറ്റി. രാജൻ അപ്രതീക്ഷിതമായിരിക്കും, പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്. എന്ന് വെച്ചാൽ നിന്നെ അവിടെ നിന്ന് രക്ഷിച്ചെടുക്കാൻ നിന്റെ ചേട്ടൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഓഹോ, അപ്പൊ ചേട്ടന്റെ ശ്രമം മൂലമാണ് എനിക്ക് അവിടെ നിന്ന് ട്രാൻസ്ഫർ കിട്ടിയത് അല്ലേ? ഏതായാലും വന്നതൊക്കെ വന്നു. ഇനി എന്റെ പൊന്നുമോൻ ഒരു ഉപകാരം ചെയ്യണം. അവളെ അങ്ങോട്ട് തന്നെ അങ്ങ് പറഞ്ഞു വിട്ടേരെ, അതിന്റെ പാട്ടിന് പൊയ്ക്കോട്ടെ. അതിനുവേണ്ടി അല്ലല്ലോ ഞാൻ അവളെ ഇവിടെ വിവാഹം ചെയ്തു കൊണ്ടുവന്നത്. അപ്പോൾ ഇനി രാജൻ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? ഇനി തീരുമാനിക്കാൻ എന്തിരിക്കുന്നു ചേട്ടത്തി? സിന്ധു ഈ വീട്ടിൽ താമസിക്കും. നീ പണ്ടേ പിടിവാശിക്കാരന്. ഇളയവനായതുകൊണ്ട് ഓമനിച്ചാ നിന്നെ ഞാൻ വളർത്തിയത്. എന്റെ പൊന്നുമോൻ ഇനിയെങ്കിലും അമ്മ പറയുന്നു ഒന്ന് കേൾക്ക്. അതിനെ എന്റെ വഴിക്ക് പറഞ്ഞു വിട്ടേരെ. നമ്മുടെ തറവാട്ടിൽ താമസിപ്പിക്കാൻ കൊള്ളില്ല മോനെ അവളെ. അമ്മേ, സിന്ധു ഇന്നലെ വരെ എന്തായിരുന്നാലും ഇന്നു മുതൽ എന്റെ ഭാര്യയാണ്. ഞാനിവിടെ ജീവിക്കുമെങ്കിൽ എന്റെ ഭാര്യ സിന്ധു എന്നോടൊന്നിച്ചുണ്ടാവും. ചേട്ടാ, ചേട്ടൻ ഹോസ്പിറ്റലിലേക്കായിരിക്കും. അതെ, ചേട്ടൻ എന്റെ ആശ്വാസവും അഭിമാനവുമാണ്. ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ എന്റെ ചേട്ടൻ ഉന്നതനാണ്. ഈ നാട്ടിലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ അത്യുന്നതൻ. മിക്കവാറുമുള്ള എല്ലാ സാമൂഹ്യ സംഘടനകളുടെയും പ്രസിഡന്റും കൂടിയാണ് ചേട്ടൻ. എന്നെ എനിക്ക് പരിചയപ്പെടുത്തണമെന്നില്ല. അമ്മയും ചേട്ടത്തിയും ഒക്കെ ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നൊരു ധാരണ എനിക്ക് നേരത്തെ ഉണ്ടായി. അതങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. പക്ഷെ ഇക്കാര്യത്തിൽ ചേട്ടന്റെ നിലപാട് എന്താണെന്ന് വ്യക്തമാകുന്നില്ല. ഇക്കാര്യത്തിൽ ചേട്ടന് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയൂ. സാധ്യമല്ലെങ്കിൽ ഇക്കാര്യത്തിൽ മാത്രം എന്റെ അനിയനെ സഹായിക്കാൻ ചേട്ടനെ കൊണ്ടാവില്ല. നമ്മുടെ തറവാടിന്റെ മാന്യത നീ രക്ഷിക്കുക. ഞാൻ പറയുന്നത് നീ അനുസരിക്കുക. അനുസരിക്കാവുന്നത് പറയൂ. നമ്മുടെ തറവാടിനെ കുറിച്ച് നീ ഓർമ്മിക്കുക. മനുഷ്യത്വം മറക്കാതിരിക്കും. അത് ഓർമ്മിച്ച് തന്നെ ഞാൻ പറയുന്നു. സിന്ധുവിനെ നീ ഉപേക്ഷിക്കണം. ആത്മഹത്യ ചെയ്യാം ഞാൻ. നീ അപകടങ്ങളെ വിലയ്ക്ക് വാങ്ങുകയാണ് എന്നെനിക്ക് ബോധ്യമായിട്ടില്ല. നിന്നെ ബോധ്യപ്പെടുത്താൻ ഞാൻ അശക്തനാണ്. ചേട്ടൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ സമയമായെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും കൂടി അറിയണമെന്നുണ്ട്. ഉണ്ട്. സിന്ധുവിന് വേണ്ടി ഈ പ്രപഞ്ചത്തെ ഞാൻ വെല്ലുവിളിക്കുന്നു. രാജേഷ്, ചിറ്റി അവിടെ എങ്ങും നിർത്തുന്നില്ല.
നിർത്തില്ല. എങ്ങ നിർത്തില്ലെന്ന് വെച്ചാൽ എന്താ ചിറ്റപ്പ ചെയ്യാം? സാരമില്ല മോളെ, നമ്മുടെ മുത്തശ്ശിയല്ലേ, മോളെ പൊയ്ക്കോ. ചിറ്റപ്പനും ചിറ്റയെ കരയിക്കൂ. മോളെ ചിറ്റയല്ലേ, ചിറ്റപ്പൻ കരയിക്കോ? എങ്കിൽ ഞാൻ പോവാം. ചിറ്റേ, എന്നെ ഡാൻസ് പഠിപ്പിക്കണം കേട്ടോ. നല്ല ചിറ്റയല്ലയോ? പഠിപ്പിക്കണം കേട്ടോ. അതിന് സിന്ധു ഇത്രയേറെ ബുദ്ധിമുട്ടുന്ന എന്തിന്? സാരമില്ലെന്ന് വെക്കാനല്ലേ ഉള്ളൂ. ഇവിടെ ഉള്ളവരെല്ലാം എന്നെ വെറുക്കുന്നു. ഞാൻ ഒഴിച്ച്. ഞാൻ കാരണം അങ്ങയെ മറ്റുള്ളവരെല്ലാം എതിർക്കുന്നു. ഞാൻ തിരിച്ചു പോയിക്കൊള്ളാം. സിന്ധു, എന്നോടാണോ നീ ഇത് പറഞ്ഞത്? ഞാൻ കാരണം ഈ തറവാട്ടിൽ അപകടമൊന്നും ഉണ്ടായിക്കൂടാ. കുറച്ചുകൂടി ദയവ് നിന്നിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കും. ഈ ലോകത്തുള്ള ഏത് ശക്തിയോടും നിനക്ക് വേണ്ടി ഞാൻ മത്സരിക്കും. ഞാൻ പരാജയപ്പെടുകയില്ല. പക്ഷേ നീ എന്നെ പരാജയപ്പെടുത്തിയാൽ ഞാൻ എന്നേക്കുമായി പരാജയപ്പെട്ടു. ഏറെ പറയുന്നില്ല, ഇഷ്ടം പോലെ ആവാം. എന്താ? ഇന്നലെ ഓപ്പറേഷൻ ചെയ്ത ആ പേഷ്യന്റ് ബ്ലഡ് വോമിറ്റ് ചെയ്യുന്നു. ഡോക്ടർ ജെയിംസിനെ വിളിക്കും. അദ്ദേഹം ഓപ്പറേഷൻ ചെയ്തിലാണ്. അല്പം സീരിയസ് ആണെന്ന് തോന്നുന്നു സാർ.